ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ലെസൺ 2 ആണ്. ഫസ്റ്റ് ലെസൺ കണ്ടിട്ടുണ്ടോ അതിൻ്റെ? കണ്ടിട്ടില്ലെങ്കിൽ അതിന് ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ആദ്യം നോക്കാൻ പോണത്. എൻ്റെ പേര് ഇങ്ങനെയാണെന്ന് പറയാൻ ഐ ആം അല്ലെങ്കിൽ മൈ നെയിം ഇസ് എന്ന് പറഞ്ഞിട്ട് പേര് പറയാം. പിന്നെ നമ്മൾ വേറെ ആളെ ഇങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ ദിസ് ഇസ് അല്ലേ, ദിസ് ഇസ് അനു, ദിസ് ഇസ് ഷെറിൻ എന്നൊക്കെ പറഞ്ഞിട്ട് പരിചയപ്പെടുത്താം. അവളുടെ എന്ന് പറയാൻ ഹർ, അവളുടെ ബാഗ് ഹർ ബാഗ്, അവൻ്റെ ബാഗ് ഹിസ് ബാഗ്, എൻ്റെ ബാഗ് മൈ ബാഗ്, എൻ്റെ അമ്മ എന്ന് പറയാൻ മൈ മദർ, എൻ്റെ അച്ഛൻ മൈ ഫാദർ. ഇനി ഇത്ര വയസ്സിനെന്ന് പറയാൻ ഇപ്പോൾ 3 വയസ്സാണെങ്കിൽ 3 years ഓൾഡ് അങ്ങനെ പറയാം. പരിചയപ്പെടുത്തുക എന്നുള്ളതിന് വാക്ക് ഓർമ്മയുണ്ടോ? ഇൻട്രൊഡ്യൂസ്. എവിടെ എന്ന് ചോദിക്കാൻ വെയർ, എങ്ങനെയെന്ന് ചോദിക്കാൻ ഹൗ, കൂടാതെ എന്ന് പറയാൻ ഓൾസോ, പിന്നെ ഇന്ന് എന്ന് പറയാൻ ടുഡേ. ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച വാക്കുകൾ അല്ലേ. അപ്പം ഞാനിതിൽ ഈ സീരീസിൽ ഗ്രാമർ അധികം പറയാണ്ട്, ഗ്രാമർ ഒട്ടും പറയാണ്ട് കുറച്ചുകൂടെ സെൻറ്റൻസ് ഉണ്ടാക്കുന്നതും എളുപ്പം നമുക്ക് കാഷ്വലായി യൂസ് ചെയ്യുന്ന സെൻറ്റൻസസും ഫോക്കസ് ചെയ്തിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻസ് പ്രത്യേകം പഠിപ്പിക്കുക, അത് കഴിഞ്ഞിട്ട് പിന്നെ ആൻസേഴ്സ് ഇങ്ങനെ ഉണ്ടാക്കാൻ പഠിപ്പിക്കുക, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇതിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ചോദ്യങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് കൂടെ മനസ്സിലാവണം. ഓക്കെ, അത് എടുത്ത് പറഞ്ഞ് ഓക്കെ വൈ കഴിഞ്ഞിട്ട് ഡിഡ്, അത് കഴിഞ്ഞിട്ട് അടുത്ത വേർബ് എന്ന് അങ്ങനെയല്ല നമ്മൾ പഠിപ്പിക്കണം കേട്ടോ. അപ്പോൾ നന്നായി ഫോക്കസ് ചെയ്തിരിക്കുക ക്ലാസ്സിൽ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സീരീസാണ്. ഈ സീരീസ് കഴിഞ്ഞ് ഞാൻ ബിഗിനേഴ്സിന് വേണ്ടി ചെയ്തിട്ടുള്ള 16 ഗ്രാമർ സീരീസ് ഉണ്ട്, 16 വീഡിയോയുടെ ഗ്രാമർ സീരീസ്. ഇത് കഴിഞ്ഞിട്ട് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് പിക്കപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാനൊരു ഫാമിലി ട്രീ പരിചയപ്പെടുത്തുകയാണ്. കാണണ്ടല്ലോ. അപ്പോൾ ഇതിലെ ആ കുട്ടി പറയാണ് എൻ്റെ പേര് പത്മയാണ്. അപ്പം ഞാൻ പത്മയാണ്. എങ്ങനെ പറയണേ? ഐ എം പത്മ. ഓക്കെ, ഐ എം പത്മ. ഇതെൻ്റെ അനിയൻ പ്രീതാണ്. എങ്ങനെ പറയും? ദിസ് ഈസ് മൈ ബ്രദർ പ്രീത്. അപ്പോൾ എൻ്റെ സഹോദരൻ എന്ന് പറയാൻ ബ്രദർ. ചെറിയ കുട്ടിയാവാം, നമ്മളെക്കാൾ വലിയ കുട്ടിയാവാം അല്ലേ, പ്രായത്തിൽ മൂത്തതാവാം ഇളയതാവാം, എങ്ങനെയാണെങ്കിലും ബ്രദർ എന്നാ പറയാ. മൂത്തതാണെങ്കിൽ നമുക്ക് എൽഡർ ബ്രദർ എന്ന് പറയാം. നമ്മളെക്കാൾ ചെറുതായ സഹോദരൻ എന്ന് വെച്ചാൽ അനിയനാണെങ്കിൽ യങ്ങർ ബ്രദർ എന്ന് പറയാം. അപ്പോൾ ഇതെൻ്റെ സഹോദരൻ പ്രീതാണെന്ന് പറയാൻ എങ്ങനെ പറയണേ? ദിസ് ഈസ് മൈ ബ്രദർ എന്നിട്ട് പേര് പറയാം, പ്രീത്. ഇനി ആൾക്ക് ഒരു ചെറിയ അനിയത്തി ഉണ്ട്. അപ്പോൾ വാവയായിട്ടുള്ള അനിയത്തിയാണെങ്കിൽ നമുക്ക് ബേബി സിസ്റ്റർ എന്ന് പറയാം. സഹോദരി എന്ന് പറയുന്ന സിസ്റ്റർ, വാവയായതുകൊണ്ട് ബേബി സിസ്റ്റർ എന്ന് പറയാം. അപ്പോൾ ഇതെൻ്റെ ബേബി സിസ്റ്റർ പാറു ആണ്. എങ്ങനെ പറയും? ദിസ് ഇസ് മൈ ബേബി സിസ്റ്റർ പാറു ആൻഡ് ദിസ് ഇസ് മൈ ബേബി സിസ്റ്റർ പാറു. ഒന്ന് പറഞ്ഞേക്കാം. ഐ എം പദ്മ, this is my brother Preet, and this is my baby sister Paru. എൻ്റെ അച്ഛനമ്മ ഇതാണ്. These are my parents. ശ്രദ്ധിച്ചോ? എൻ്റെ സഹോദരൻ ഇതാണെന്ന് പറയാൻ this is my brother. പക്ഷേ ഒന്നിൽ കൂടുതൽ സഹോദരന്മാരുണ്ടായിരുന്നെങ്കിൽ these are my brothers. അപ്പോൾ അച്ഛനമ്മ 2 ആൾക്കാരുണ്ടല്ലോ, പാരൻസ്. അച്ഛനമ്മയ്ക്ക് പറയാണ് പാരൻസ്. അപ്പോൾ ഇവരാണ് എൻ്റെ പാരൻസ്. ദീസ് ആർ മൈ പാരൻസ്. ഇത് നമ്മൾ തെറ്റിക്കുക എങ്ങനെയാ? ദിസ് ഈസ് മൈ പാരൻസ് എന്ന് പറയും. അത് തെറ്റാ. ഒന്നിൽ കൂടുതൽ ആൾക്കാരില്ലേ, അതുകൊണ്ട് ദീസ് ആർ മൈ പാരൻസ്. ഇനി എൻ്റെ അച്ഛൻ്റെ പേര് പ്രസാദ് എന്നാണ്. എങ്ങനെ പറയും? നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ? മൈ ഫാദേഴ്സ് നെയിം ഇസ് പ്രസാദ്, അല്ലെങ്കിൽ മൈ ഫാദർ ഇസ് പ്രസാദ്, അങ്ങനെയും പറയാം. ഇവിടെ നമുക്ക് ഫാദേഴ്സ് നെയിം, പേര് പ്രസാദാണ്. മൈ ഫാദേഴ്സ് നെയിം ഇസ് പ്രസാദ്. അപ്പോൾ അമ്മയുടെ പേര് പല്ലവിയാണ്. എങ്ങനെ പറയും? മൈ മദേഴ്സ് നെയിം ഇസ് പല്ലവി. അപ്പം നമ്മൾ പൊതുവെ ഫാദർ മദർ എന്നുള്ളത് കുറച്ചുകൂടെ ഫോർമലായിട്ട് ഉപയോഗിക്കുന്ന, നമ്മൾ വീട്ടിലൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സുഹൃത്തുക്കളുടെ പറയുമ്പം ഡാഡ്, മോം എന്നൊക്കെ ഉപയോഗിക്കാം. അത് തന്നെ നമ്മൾ അമേരിക്കൻ ഇംഗ്ലീഷിൽ ഇതിൻ്റെ സ്പെല്ലിംഗ് MUM ആണ്. ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ MOM ആണ്, മോം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനിത് ആ വ്യത്യാസം കാണുമ്പോൾ ചിലപ്പോൾ വിചാരിക്കില്ലേ നമ്മൾ ഏതൊന്ന് തെറ്റാണെന്ന്. അപ്പോൾ അതൊന്ന് ക്ലിയർ ആക്കി തന്നതാണ്.
ഓക്കെ. സോ മൈ ഡാഡ്സ് നെയിം ഇസ് പ്രസാദ് ആൻഡ് മൈ മോംസ് നെയിം ഇസ് പല്ലവി എന്ന് പറയാം. അപ്പോൾ അത് മനസ്സിലായല്ലോ. അപ്പോൾ ഒരാളുടെ പേര് അപ്പോസ്ട്രോഫി എസ് വെച്ചിട്ടാണ് നമ്മൾ അയാളുടെ എന്ന് പറയാം. ഇനി നമുക്ക് വേറൊരു ഫാമിലി ഉണ്ട്, അവരെ കൂടെ പരിചയപ്പെടാം. അത് കഴിഞ്ഞ് പിന്നെ ഇവരുടെ ജോയിൻറ്റ് ഫാമിലിയെ കുറിച്ച് പരിചയപ്പെടും. അപ്പോൾ ഒക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കുറേ ഗ്രാമർ ഡീറ്റെയിൽസ് ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ പഠിക്കുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ ബന്ധുക്കളെ എങ്ങനെ അഭിസംബോധന ചെയ്യാം. അല്ലേ, ഇതിൻ്റെ അച്ഛനാണ്, അമ്മയാണ്, കസിനാണ്, പിന്നെ മരുമോനാണ് എന്നൊക്കെ പറയുക എങ്ങനെയാണെന്നുള്ളതൊക്കെ പഠിക്കാം. അതിൻ്റെ ഒപ്പം തന്നെ സെൻറ്റൻസ് നമ്മൾ വീട്ടിലൊക്കെ ഇങ്ങനത്തെ സെൻറ്റൻസ് ഉണ്ടാക്കണം. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ശരിക്കുമുള്ള പേര് ഇടണ്ട, ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. വീട്ടിൽ വിളിക്കുന്ന പെറ്റ് നെയിംസ് ഒക്കെ ഉണ്ടാവില്ലേ, പനീനെ അപ്പു എന്നൊക്കെ വിളിക്കില്ലേ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ആൾക്കാരുടെ എന്തൊക്കെയാണ് റിലേഷൻഷിപ്സ്, നിങ്ങളുടെ വീട്ടിൽ അമ്മ, അച്ഛൻ, അപ്പൂപ്പൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എഴുതണം കേട്ടോ. ശരിക്കുള്ള പേര് ഉപയോഗിക്കണമെന്നില്ല. നമ്മളിവിടെ വീട്ടുകാരും പറയാൻ വേണ്ടിയിട്ടല്ലല്ലോ, ഗ്രാമറും സെൻറ്റൻസും ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അത് കറക്റ്റായിട്ട് സെൻറ്റൻസിൽ ഉണ്ടാക്കണം കേട്ടോ, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ഫാമിലി. കുട്ടിയുടെ പേരെന്താ? ആദിൽ. അപ്പോൾ എങ്ങനെ പറയണേ, ഞാൻ ആദിലാണെന്ന്? ഐ എം ആദിൽ. ഐ എം ആദിൽ. കണ്ടോ, ഇവിടെ ഐ ആം എന്ന് പറയരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കേൾക്കുകയില്ല. ഐ ആം ആദിൽ എന്ന് ഒരാൾ പറഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ പോകാൻ എന്താണെന്ന് അറിയോ, അയാൾക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന്. സെൻറ്റൻസ് തെറ്റിയിട്ടല്ലത്, നമ്മൾ അങ്ങനെ ഉപയോഗിക്കില്ല സാധാരണ. ഐ എം എന്നല്ലാണ്ട് ഐ ആം എന്ന് നമ്മൾ പറയുക ഈ ഉത്തരങ്ങൾ കൊടുക്കുമ്പോഴാണ്. ആർ യു എൻ ഇന്ത്യൻ? യെസ് ഐ ആം. അങ്ങനെ. അല്ലെങ്കിൽ ഐ ആം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു വാക്കുണ്ടെങ്കിൽ, അപ്പോൾ ഐ ആം ആദിൽ, ഐ ആം എ ടീച്ചർ, ആ രീതിയിൽ പറയുമ്പോൾ നമ്മൾ ഐ ആം എ ടീച്ചർ അങ്ങനെ പറയുള്ളൂ. എഴുതുന്നതിനോട് കുഴപ്പമില്ല. മനസ്സിലായല്ലോ പറഞ്ഞത്? അപ്പോൾ ഐ ആം ആദിൽ. ഇതെൻ്റെ സഹോദരി അനു ആണ്. എങ്ങനെ പറയാ? ദിസ് ഈസ് മൈ സിസ്റ്റർ അനു. ദിസ് ഈസ് മൈ സിസ്റ്റർ അനു. ഇതെൻ്റെ അച്ഛനമ്മമാരാണ്. ഇങ്ങനെ നമ്മൾ പഠിച്ചേ. ദീസ് ആർ മൈ പാരൻസ്. നേരത്തെ ഫാമിലിയിൽ പഠിച്ച പോലെ തന്നെ. ദീസ് ആർ മൈ പാരൻസ്. എൻ്റെ അച്ഛൻ്റെ പേര് അഖിൽ എന്നാണ്. എങ്ങനെ പറയാം? മൈ ഡാഡ്സ് നെയിം ഇസ് അഖിൽ. അല്ലെങ്കിൽ മൈ ഫാദേഴ്സ് നെയിം ഇസ് അഖിൽ. അമ്മയുടെ പേര് അനില. എങ്ങനെ പറയാം? ആൻഡ് മൈ മോംസ് നെയിം ഇസ് അനില. ആൻഡ് മൈ മോംസ് നെയിം ഇസ് അനില. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഹൂ ഇസ് അഖിൽസ് വൈഫ്? വൈഫ് എന്ന് വെച്ചാൽ ഭാര്യ അല്ലേ. ഹൂ ഇസ് അഖിൽസ് വൈഫ്? ഈ ഡബ്ല്യൂടെ നമ്മൾ പ്രൊനൗൺസിയേഷൻ ഇത്തിരി ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ നാട്ടിലധികം പ്രൊനൗൺസിയേഷൻ പഠിപ്പിക്കാറില്ല സ്കൂളിലൊന്നും. പക്ഷെ ശ്രദ്ധിക്കണം. വ് ഓർമ്മയുണ്ട്, ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ പ്രൊനൗൺസിയേഷൻ പറഞ്ഞു തന്നപ്പം വ് വ് അങ്ങനെയാണ് ഡബ്ല്യു പറഞ്ഞത്. അപ്പോൾ ആ വ് അല്ല, അത് വിയുടെ പ്രൊനൗൺസിയേഷനാണ്. വ് വ്. ഡബ്ല്യൂടെ വ് എന്നാ. അപ്പോൾ നമ്മൾ വൈഫ് എന്നല്ല, വൈഫ് വൈഫ് എന്നാ പറയണ്ടേ. മനസ്സിലായോ? ഹൂ ഇസ് അഖിൽസ് വൈഫ്? രണ്ട് രീതിയിൽ പറയാം. അഖിൽസ് വൈഫ് ഇസ് അനില അല്ലേ. അഖിൽസ് വൈഫ് ഇസ് അനില, അല്ലെങ്കിൽ അനില ഇസ് അഖിൽസ് വൈഫ്. ആരാണെന്ന് ചോദിക്കാൻ ഹൂ ഇസ് അഖിൽസ് വൈഫ്. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഹൂ ഇസ് പല്ലവീസ് ഹസ്ബൻഡ്? പ്രസാദായിരുന്നു, ഓർമ്മയുണ്ടോ? ഹൂ ഇസ് പല്ലവീസ് ഹസ്ബൻഡ്? ഒന്നില്ലെങ്കിൽ പല്ലവീസ് ഹസ്ബൻഡ് ഇസ് പ്രസാദ്, അല്ലെങ്കിൽ പ്രസാദ് ഇസ് പല്ലവീസ് ഹസ്ബൻഡ്. ഓക്കെ, അടുത്തത്. ഇത് നിങ്ങൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ സെൻറ്റൻസ് ഇങ്ങനെയാണ് പറയാമെന്ന് അങ്ങനെ അത്രയൊന്നും കഷ്ടപ്പെട്ട് പഠിക്കണ്ട. നമ്മൾ കുറേ ഇതിങ്ങനെ ഇംഗ്ലീഷിൽ കേൾക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായി വായിൽ വരും. പിന്നെ ഒരു കാര്യം, കുറച്ച് പേര് പറഞ്ഞിരുന്നു ഇംഗ്ലീഷ് തന്നെ കൂടുതൽ ഉപയോഗിക്കണമെന്ന്. ബിഗിനേഴ്സ് ഉള്ള സീരീസ് ആയതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കാരണം ഇംഗ്ലീഷ് കേട്ട് പഠിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഇംഗ്ലീഷ് ചാനൽസ് മാത്രം കണ്ടാൽ പോരെ. എൻ്റെ ചാനലിന് വരാൻ കാരണം മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്കത് കംഫർട്ടബിൾ ആണ്. പക്ഷെ നമ്മൾ ചെല്ലുന്തോറും ഞാൻ മലയാളം കുറച്ചുകൂടെ ഇംഗ്ലീഷ് പതുക്കെ പറഞ്ഞ് യൂസ് ചെയ്ത് തുടങ്ങും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ അത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ പതിയെ കൊണ്ടുപോകും. നിങ്ങൾ എന്നെ ട്രസ്റ്റ് ചെയ്യുക. ഞാൻ കൈ പിടിച്ച് നിങ്ങൾ ആ ലെവലിലേക്ക് എത്തിക്കും. അത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, ഞാൻ ചെയ്തോളാം അത് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ അങ്ങ് വന്നാൽ മതി നിങ്ങൾ, ബാക്കി ഞാൻ ഏറ്റോളാം കേട്ടോ. അപ്പോൾ ഇനി പല്ലവിയുടെ സഹോദരൻ ആരാണെന്നറിയോ? നമ്മുടെ അഖിൽ. അപ്പോൾ എങ്ങനെ പറയാം? പല്ലവീസ് ബ്രദർ ഇസ് അഖിൽ, അല്ലെങ്കിൽ അഖിൽ ഇസ് പല്ലവീസ്
ബ്രദർ. ഇനി പദ്മ പറയാണ് കേട്ടോ. പദ്മനെ കണ്ടില്ലേ? പദ്മ പറയാണ്, എൻ്റെ കസിൻസ് ആദിയും അനു ആണ്. എങ്ങനെ പറയും? മൈ കസിൻസ് ആർ ആദിൽ ആൻഡ് അനു. മൈ കസിൻസ് ആർ ആദിൽ ആൻഡ് അനു. കസിൻസ് എന്ന് വെച്ചാൽ മനസ്സിലായോ? നമ്മുടെ അച്ഛൻ്റെ സഹോദരി സഹോദരന്മാരുടെ മക്കളുണ്ടെങ്കിൽ അത് കസിൻസാണ്. അല്ലെങ്കിൽ അമ്മയുടെ സഹോദരി സഹോദരന്മാരുടെ മക്കളുണ്ടെങ്കിൽ അതും നമ്മുടെ കസിൻസാണ് അല്ലേ? നമ്മുടെ മുത്തച്ഛനോ ഗ്രാൻഡ് ഫാദറിനോ ഗ്രാൻഡ് മദറിനോ ഒക്കെ നമ്മൾ തുല്യരായ ആൾക്കാരായിരിക്കും കസിൻസ് അല്ലേ? അവരുടെ മക്കളുടെ മക്കൾ, അതാണ് കസിൻസ്. നമ്മുടെ കസിൻസ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരേ പ്രായത്തിൽ, ഏകദേശം ഒരേ പ്രായത്തിലുള്ള ആൾക്കാരായിരിക്കും അല്ലേ? നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ സഹോദരി സഹോദരന്മാരുടെ മക്കൾ എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ പ്രായമായിരിക്കും. അപ്പോൾ അവരാണ് നമ്മുടെ കസിൻസ്. ഓക്കെ, മൈ കസിൻസ്. അപ്പോൾ ഈ ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ഇന്ത്യനിസം കുറച്ച് ഉണ്ട്. നമ്മുടെ കസിൻ ബ്രദർ എന്നൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ കസിൻ ഒരു ആൺകുട്ടിയാണെങ്കിൽ നമ്മൾ കസിൻ ബ്രദർ എന്ന് പറയും. അതങ്ങനെ പറയാറില്ല പൊതുവെ ഇംഗ്ലീഷിൽ. ഇന്ത്യയിൽ മാത്രം ഉപയോഗിച്ച് തരുന്ന സംഭവമാണ്. അപ്പോൾ നമ്മളത് ശീലിക്കേണ്ട. കാരണം പുറത്ത് പോകുമ്പോൾ അത് കേട്ട അവർക്ക്, എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, അതെന്താ അങ്ങനെ പറയണമെന്ന്. നമ്മളങ്ങനെ പറഞ്ഞ് ശീലിച്ചതാണ്. ഇപ്പോൾ തെറ്റാന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്യാം. പക്ഷെ നമ്മൾ പുറത്ത് പോകുമ്പോൾ അവർ നമ്മളെ കൊല്ലൊന്നുമില്ല, ഓക്വേർഡായിരിക്കും. ഓക്കെ, അതുകൊണ്ട് കസിൻ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും കസിൻ തന്നെയാണ് കേട്ടോ. മൈ കസിൻസ് ആർ ആദിൽ ആൻഡ് അനു. ആദിൽ എന്താ പറയുക? ആദിലിൻ്റെ കസിൻസ് ആരൊക്കെയാണെന്ന് എങ്ങനെ പറയാം? മൈ കസിൻസ് ആർ പദ്മ, പ്രീത് ആൻഡ് പാറു. ഞാൻ പേര് ഓർക്കാൻ വേണ്ടി എളുപ്പത്തിന് എല്ലാത്തിൻ്റെയും ആദ്യത്തെ ലെറ്റർ ഒരു ഫാമിലിയുടെ ഒന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് ഓർമ്മ വേണം ആരൊക്കെയാന്ന്. ഓക്കെ, അടുത്തത് പ്രസാദ് പറയാണ് അഖിലിനെ കുറിച്ച്. എന്താ പറയുക? പ്രസാദും അഖിലും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? പ്രസാദ് എന്താ പറയുക? അഖിൽ ഇസ് മൈ പെങ്ങളുടെ ഭർത്താവാണ് അല്ലേ? അതിന് പറയാ ബ്രദർ ഇൻ ലോ. ബ്രദർ ഇൻ ലോ എഴുതുമ്പോൾ ബ്രദർ -in -ലോ. ലോ അല്ല, ലോ. ലോ എന്ന് പറഞ്ഞാൽ താഴെയുള്ളത്. ഹൈ ലോ എന്നൊക്കെ പറയില്ലേ? ഹൈ എന്ന് വെച്ചാൽ ഉയരത്തിലുള്ളത്, ലോ എന്ന് വെച്ചാൽ ചെറുത്. ഇത് ലോ. ലോ. അഖിൽ ഇസ് മൈ ബ്രദർ ഇൻ ലോ. അഖില് പ്രസാദിനെ കുറിച്ച് തന്നെ പറയാം. പ്രസാദ് ഇസ് മൈ ബ്രദർ ഇൻ ലോ എന്ന് അഖിൽ പറയും. അനിൽ എന്താ പറയുക പല്ലവിനെ കുറിച്ച്? പല്ലവി ആരാണ്? അനിലയുടെ നാത്തൂനാണ്. അതിന് പറയാ സിസ്റ്റർ ഇൻ ലോ. അപ്പം അനിൽ എന്താ പറയാ? പല്ലവി ഇസ് മൈ സിസ്റ്റർ ഇൻ ലോ. പല്ലവി ഇസ് മൈ സിസ്റ്റർ ഇൻ ലോ. ഇത് തന്നെയാണ് പല്ലവി അനിലെ കുറിച്ചും പറയാം അല്ലേ? പല്ലവിയുടെ നാത്തൂനാണ് അനില. അപ്പം തിരിച്ചും അനില ഇസ് മൈ സിസ്റ്റർ ഇൻ ലോ എന്നാണ് പല്ലവി പറയാം. ഇനി നമുക്ക് ഇവരുടെ അച്ഛനെ അമ്മനെയൊക്കെ പരിചയപ്പെട്ടു. ആരെ? പല്ലവിയുടെ അഖിലിൻ്റെ. ഇത് ഈ ചിത്രത്തിലുണ്ട്. പല്ലവി ആൻഡ് അഖിൽസ് പാരൻസ് ആരാണ്? ബാബു ആൻഡ് ലീല. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമോ? പല്ലവിയുടെയും അഖിലിൻ്റെയും അച്ഛനും അമ്മയും, പല്ലവിയുടെയും അഖിലിൻ്റെയും രണ്ടുപേരുടെയും ഒരേ അച്ഛനമ്മമാരാണ് അല്ലേ? ബാബുവിൻ്റെയും ലീലയുടെയും മക്കളാണ് പല്ലവി അഖിലും. അപ്പം നമ്മൾ പല്ലവിയുടെ അഖിലിൻ്റെ അച്ഛനമ്മമാരെന്ന് പറയാൻ വേണ്ടിയിട്ട് പല്ലവീസ് ആൻഡ് അഖിൽസ് പാരൻസ് എന്ന് പറയണ്ട. പകരം പല്ലവി ആൻഡ് അഖിൽസ്, ആ അവസാനത്തെ ആളില്ലേ, അയാളുടെ കൂടെ എസ് ഇട്ടാൽ മതി, അപ്പോസ്ട്രോഫി എസ് ഇട്ടാൽ മതി. പല്ലവി ആൻഡ് അഖിൽസ് പാരൻസ് ആർ ബാബു ആൻഡ് ലീല. മനസ്സിലായോ? ഇവിടെ നമ്മൾ പൊതുവെ പല്ലവീസ് ആൻഡ് അഖിൽസ് പാരൻസ് എന്ന് പറയില്ല. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? പല്ലവിയുടെയും അഖിലിൻ്റെ അച്ഛനമ്മമാർ ഒരാൾക്കാരാണ് അല്ലേ? ഒരേ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, രണ്ടാൾക്കാരാണ് ബാബുവും ലീലയും. അല്ലാണ്ട് പല്ലവിയുടെ വേറെ അച്ഛനും അഖിലിൻ്റെ വേറെ അമ്മയല്ലല്ലോ, അങ്ങനെയൊന്നും അല്ലല്ലോ. അപ്പോൾ പല്ലവീസ് ആൻഡ് അഖിൽസ് എന്ന് പറയണ്ട. പല്ലവി ആൻഡ് അഖിൽസ് പാരൻസ് ആർ ബാബു ആൻഡ് ലീല. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കണേ. ക്വിസ് ഉണ്ട്, ഇത് കഴിഞ്ഞിട്ട് വരും. അപ്പോൾ അതിൽ നിങ്ങൾ കറക്റ്റായിട്ട് എഴുതണം. ഓക്കെ, കണ്ട് ക്വിസ് ഞാൻ വെച്ചിട്ടുണ്ട് അവസാനം, അതിൽ കറക്റ്റായിട്ട് എഴുതണേ. എന്താ അങ്ങനെ പറയാൻ കാരണം? പല്ലവി ആൻഡ് അഖിൽസ് എന്ന് ദേ ആർ സിബ്ലിങ്സ്. സിബ്ലിങ്സ് എന്ന് വെച്ചാൽ നമ്മുടെ സഹോദരി സഹോദരന്മാരെ നമ്മൾ സിബ്ലിങ്സ് എന്ന് വിളിക്കും. എത്ര സിബ്ലിങ്സ് ഉണ്ട് നിങ്ങൾക്ക് ചോദിക്കാൻ? ഹൗ മെനി സിബ്ലിങ്സ് ഡു യു ഹാവ്? ഹൗ മെനി സിബ്ലിങ്സ്, എത്ര എന്ന് ചോദിക്കാൻ ഹൗ മെനി, എണ്ണാവുന്ന അല്ലേ? ഒരു സിബ്ലിങ്, രണ്ട് സിബ്ലിംഗ് എന്നൊക്കെ എണ്ണാൻ പറ്റുമെങ്കിൽ നമ്മൾ ആ ചോദ്യം ചോദിക്കുക ഹൗ മെനി സിബ്ലിങ്സ് ഡു യു ഹാവ്. നോർത്ത് വെച്ചോളൂ, നമ്മൾ പഠിക്കും ഈ സെൻറ്റൻസ്, നമ്മൾ ഇനിയും പഠിക്കും. നമ്മൾ ഹാവിൻ്റെ ഒക്കെ പഠിക്കുന്നുണ്ട്.
എല്ലാം പഠിക്കും നമ്മൾ. പക്ഷേ എങ്ങനെ ഇത് പഠിച്ചോ, ഹാവ് പഠിക്കാം, ബി പഠിക്കാം എന്നൊന്നും പറഞ്ഞിട്ടല്ല. ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ബി ഒക്കെ ഉണ്ട്. ബിയില്ലേ, ബിയുടെ ഫോംസ് ആണ് ആമും മിസ്സും ഒക്കെ. അത് എടുത്ത് പറയേണ്ട കാര്യമില്ല. നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് മനസ്സിലായാൽ പോരെ. അല്ലാതെ ഇംഗ്ലീഷ് ഗ്രാമർ എക്സാം എഴുതാൻ പോവുകയാണെങ്കിൽ ഈ കോഴ്സ് നിങ്ങൾക്ക് പറ്റില്ല. ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ആവശ്യമെങ്കിൽ ഈ കോഴ്സ് നിങ്ങൾക്ക് ബെസ്റ്റാണ്. ഓക്കെ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഗ്രാമർ എടുത്ത് പറഞ്ഞിട്ടല്ല പഠിപ്പിക്കണത്. പക്ഷെ വരും, ഇതിൽ ആവശ്യമുള്ള ഗ്രാമറൊക്കെ നിങ്ങൾ പഠിക്കും. ഓക്കെ, അപ്പോൾ സിബ്ലിങ്സ് ആണ് സഹോദരി സഹോദരന്മാർ. ഇനി പദ്മ പറയുന്ന നോക്കാം. ബാബു ആരാ പദ്മയുടെ മുത്തശ്ശൻ അല്ലെങ്കിൽ അപ്പൂപ്പൻ. എന്താ പറയുക? ഗ്രാൻഡ് ഫാദർ. ലീലയോ? പദ്മയുടെ ഗ്രാൻഡ് മദർ. അപ്പോൾ എങ്ങനെയത് പറയാ? പദ്മ എങ്ങനെയാ പറയാ? ബാബു ഗ്രാൻഡ് ഫാദറും ലീല ഗ്രാൻഡ് മദറും ആണെന്ന് എങ്ങനെ പറയാ? ബാബു ഇസ് മൈ ഗ്രാൻഡ് ഫാദർ ആൻഡ് ലീല ഇസ് മൈ ഗ്രാൻഡ് മദർ. എളുപ്പല്ലേ? നേരത്തെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത് എളുപ്പം പറയാൻ പറ്റും. ആദിൽ എങ്ങനെയാ പറയാ? ആദിൽ ബാബുവും ലീലയും എൻ്റെ ഗ്രാൻഡ് പാരൻസ് ആണ്. എന്നുവെച്ചാൽ അപ്പൂപ്പനെയും അമ്മൂമ്മനെയും ഒരുമിച്ച് പറയാൻ പറ്റുന്നൊരു വാക്കാണ് ഗ്രാൻഡ് പാരൻസ്. ഇപ്പം അച്ഛനും അമ്മ എന്താ? പാരൻസ് അല്ലേ, മാതാപിതാക്കൾ. അപ്പോൾ ഗ്രാൻഡ് പാരൻസ് എന്ന് വെച്ചാൽ അപ്പൂപ്പനും അമ്മൂമ്മയും. അപ്പോൾ എങ്ങനെയാ ആദിൽ പറയാ? ബാബുവും ലീലയും എൻ്റെ ഗ്രാൻഡ് പാരൻസ് ആണെന്ന്. ബാബു ആൻഡ് ലീല ആർ മൈ ഗ്രാൻഡ് പാരൻസ്. ബാബു ആൻഡ് ലീല ആർ മൈ ഗ്രാൻഡ് പാരൻസ്. ഇനി പല്ലവി പറയാണ്. ആദിൽ ആരാണ്? പല്ലവിയുടെ കുട്ടിയല്ല, പല്ലവിയുടെ സഹോദരൻ്റെ കുട്ടിയാണ് അല്ലേ. നമ്മൾ നമ്മുടെ സഹോദരിയുടെ കുട്ടിയോ സഹോദരൻ്റെ കുട്ടിയോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ വിളിക്കുക. ആൺകുട്ടിയാണെങ്കിൽ നെഫ്യൂ, പെൺകുട്ടിയാണെങ്കിൽ നീസ്. അപ്പോൾ ഇതിൽ നേരത്തെ നമ്മൾ സിബ്ലിങ്സ് എന്ന് പറഞ്ഞില്ലേ, നമ്മുടെ സഹോദരന്മാരെ. അതുമാതിരി നമ്മുടെ മരുമക്കൾ, അവരെ വേണമെങ്കിൽ നിബ്ലിങ്സ് എന്ന് പറയാം. പക്ഷെ തീരെ ഉപയോഗിച്ച് ഞാൻ കണ്ടിട്ടില്ല. ആരും ഇതെൻ്റെ നിബ്ലിങ്സ് ആണെന്ന് ഇങ്ങനെ പറയാറേ ഇല്ല. പക്ഷെ ഒരു വാക്ക് ഉണ്ട്, വേണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ആരെങ്കിലും യൂസ് ചെയ്ത് എന്താ സംഭവം എന്ന് മനസ്സിലായിക്കോളൂ. അല്ലെങ്കിൽ നെഫ്യൂസ് നീസസ് എന്ന എടുത്താണ് പറയുക. അല്ലാണ്ട് ഇത് നിബ്ലിങ്സ് ആണെന്ന് അങ്ങനെ എടുത്ത് പറയാറില്ല. അങ്ങനെ കാരണം പലർക്കും അറിയില്ല നിബ്ലിങ്സ് എന്താണെന്ന്. അത് അറിയണമെന്ന് നിർബന്ധമല്ല. സിബ്ലിങ്സ് പക്ഷെ അറിയണം കേട്ടോ. നമ്മുടെ കൂടെ പിറന്ന മറ്റേ ആൾക്കാർ അല്ലേ, കൂടപ്പിറപ്പുകൾ എന്ന് പറയാനാണ് സിബ്ലിങ്സ്. ഓക്കെ, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നിബ്ലിങ്സ് ഒരു വാക്കുണ്ട്, പക്ഷെ ഉപയോഗിക്കാറൊന്നുമില്ല ആരും. അപ്പോൾ പല്ലവി എന്താ പറയുക? ആദിൽ ആരാണെന്നാണ്? പല്ലവിയുടെ നെഫ്യൂ. ആദിൽ ആൺകുട്ടിയാണ്. അപ്പോൾ ആദിൽ എൻ്റെ നെഫ്യൂ ആണ്. എങ്ങനെ പറയാ പല്ലവി? ആദിൽ ഇസ് മൈ നെഫ്യൂ. അനു ആരാണ്? നീസ്. അപ്പോൾ എങ്ങനെ പറയാ? ആൻഡ് അനു ഇസ് മൈ നീസ്. ഓക്കെ, ആദിൽ ഇസ് മൈ നെഫ്യൂ ആൻഡ് അനു ഇസ് മൈ നീസ്. ഇനി അനിൽ എന്താ പറയുക? ആരെക്കുറിച്ച്? ലീലനെ കുറിച്ച്. അനിലയുടെ ആരാ? ലീല അമ്മായിയമ്മ. അതിന് പറയാ മദർ ഇൻ ലോ. അപ്പം എങ്ങനെയാ പറയാ? അനില പറയാണ് ലീല ഇസ് മൈ മദർ ഇൻ ലോ ആൻഡ് ബാബു ഇസ് മൈ ഫാദർ ഇൻ ലോ. ഓക്കെ, അഖിൽ എന്താ പറയാ? അഖിലിന് എത്ര നീസസും നെഫ്യൂസും ഉണ്ട്? 2 നീസസ് ഉണ്ട്, ഒരു നെഫ്യൂ ഉണ്ട് അല്ലേ. അഖിൽ പറയുന്നത് ഐ ഹാവ്, എനിക്കുണ്ട്. എങ്ങനെ പറഞ്ഞേ? ഐ ഹാവ് 2 നീസസ് ആൻഡ് എ നെഫ്യൂ. 2 നീസസ് ഉണ്ട്, ഒരു നെഫ്യൂ ഉണ്ട്. അഖിൽ എങ്ങനെയാ പറയണത്? ഐ ഹാവ് 2 നീസസ് ആൻഡ് എ നെഫ്യൂ അല്ലേ. പദ്മ എങ്ങനെ പറയാം? പദ്മയ്ക്ക് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട്. എങ്ങനെ പറയാം? അപ്പം ഐ ഹാവ്, എനിക്കുണ്ട്. അപ്പോൾ എനിക്കൊരു സഹോദരൻ സഹോദരി ഉണ്ട് എന്നാണ് മലയാളത്തിൽ പറയാം. പക്ഷേ ഇംഗ്ലീഷിൽ പറയാം ഐ ഹാവ് എ ബ്രദർ ആൻഡ് എ സിസ്റ്റർ. ഓക്കെ, അനു എന്താ പറയാ? അനുവിന് എത്ര പേരുണ്ട്? ഒരു സഹോദരൻ മാത്രമേ ഉള്ളൂ. അപ്പം അനു എന്താ പറയാ? വേണമെങ്കിൽ അനുവിന് ഐ ഹാവ് 1 ബ്രദർ എന്ന് പറയാം. ഒരു ബ്രദർ ഉണ്ടെന്ന് പറയാം. ഈ 1ന് പകരം നമുക്ക് എന്നുള്ള വാക്ക് ഉപയോഗിക്കാം. ഐ ഹാവ് എ ബ്രദർ. എനിക്കൊരു ബ്രദർ ഉണ്ട്. ഐ ഹാവ് എ ബ്രദർ. ഇനി അനുവിന് വേണമെങ്കിൽ എനിക്ക് ഒരു എണ്ണേ ഉള്ളൂ എന്ന് പറയാം അല്ലേ. ബാക്കി എല്ലാവർക്കും 2 എണ്ണമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് ഒരു അനിയനേ ഉള്ളൂ. എങ്ങനെ പറയും? ഐ ഹാവ് ജസ്റ്റ് 1 ബ്രദർ. ഒരു ഇത്തിരി പരാതിയോട് പറയുകയാണെങ്കിൽ ഐ ഹാവ് ജസ്റ്റ്, അത്രയേ ഉള്ളൂ. ഐ ഹാവ് ജസ്റ്റ് 1 ബ്രദർ.
ഒരു 5-6 കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് സന്തോഷമായേനെ എന്നുള്ളൊരു ധ്വനിയിൽ വരും അല്ലേ? അനു പറയാണ്. ഐ ഹാവ് ജസ്റ്റ് 1 ബ്രദർ. ഉപയോഗിക്കുന്നത് മനസ്സിലായല്ലോ? ഇനി ബാബു ലീലയും കൂടെ പറയുന്നതായിരിക്കും അവർക്ക് എത്ര കൊച്ചുമക്കളുണ്ടെന്നാ? 5 പേര്. അപ്പൊ എങ്ങനെ പറയാ? അപ്പൊ എനിക്കൊരു സഹോദരൻ ഉണ്ടെങ്കിൽ പറയാം ഐ ഹാവ് എ ബ്രദർ. അപ്പോൾ എനിക്ക് 5 അല്ല ഞങ്ങൾക്ക് അല്ലെ ബാബു ലീലയും പറയാം എനിക്കല്ലല്ലോ. ഞങ്ങൾക്ക് 5 കൊച്ചുമക്കളുണ്ടെന്ന് എങ്ങനെ പറയും? വി ഹാവ് 5 ഗ്രാൻഡ് ചിൽഡ്രൻ. വി ഹാവ് 5 ഗ്രാൻഡ് ചിൽഡ്രൻ. കൊച്ചുമക്കള് ഗ്രാൻഡ് ചിൽഡ്രൻ. ഓക്കെ. അപ്പോൾ അവിടെ ഐ ഹാവ് എന്ന് വെച്ചാൽ എനിക്കുണ്ട്. ഇവർ പക്ഷെ രണ്ടുപേരും കൂടെ പറയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ 5 കൊച്ചുമക്കളുണ്ട്. വി ഹാവ് 5 ഗ്രാൻഡ് ചിൽഡ്രൻ. ഇത് പറഞ്ഞപ്പോഴാണ് ഈ നിങ്ങൾക്ക് കുട്ടികളോട് ഗ്രാൻഡ് പാരൻസിനൊക്കെ കുട്ടികളോടൊക്കെ ഇംഗ്ലീഷ് എസ്പെഷ്യലി യു കെയിലൊക്കെ അവരുടെ കുട്ടികളായിരിക്കും. അപ്പോൾ അവരോട് സംസാരിക്കാനൊക്കെ കുറച്ച് സെൻറ്റൻസസ് വേണം, അല്ലെങ്കിൽ വെക്കേഷന് വരും. അപ്പോൾ കുട്ടികൾക്ക് ചിലപ്പോൾ ഇംഗ്ലീഷ് അറിയുള്ളൂ. അങ്ങനെ പറഞ്ഞിട്ട് കുറേ ഗ്രാൻഡ് പാരൻസ് എൻ്റെ 30 ഡേ വാട്സപ്പ് കോഴ്സ് എടുക്കാറുണ്ട്. വളരെ യൂസ്ഫുൾ കോഴ്സാണ്. കാരണം കുട്ടികളോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, കുട്ടികളോട് മാത്രമല്ല നമുക്ക് ജീവിതത്തിൽ ഉപയോഗിക്കാവുന്ന സെൻറ്റൻസുകൾ തന്നെയാണ്. പക്ഷേ അതിൻ്റെ കോൺടെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫാമിലിയാണ്. അപ്പോൾ അങ്ങനത്തെ ചെറിയ കുട്ടികൾ ഒക്കെയോട് സംസാരിക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് 30 ഡേ വാട്സപ്പ് കോഴ്സ്. 30 ദിവസവും വേണം കേട്ടോ പഠിക്കാൻ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കോഴ്സ് നന്നായി ചെയ്യാൻ പറ്റില്ല. 30 ദിവസവും ഒരു 30 മിനിറ്റ് മാറ്റി വെക്കേണ്ടി വരും. എപ്പോഴെങ്കിലും ലൈവ് ക്ലാസ് അല്ല, എപ്പോഴെങ്കിലും ഒരു ദിവസത്തിൽ ഒരു 30 മിനിറ്റ് മാറ്റി വയ്ക്കുക 30 ദിവസത്തേക്ക്. അടുത്ത 15-ാം തീയതിയാണ് ക്ലാസ് തുടങ്ങുക. എല്ലാ മാസവും തുടങ്ങാറുണ്ട് ഒരു ബാച്ച്. അപ്പോൾ അതിന് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ കോമൻറ്റ് നോക്കിയാൽ മതി. ഞാൻ അവിടെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇങ്ങനെ 30 ഡേ വാട്സപ്പ് കോഴ്സ് എന്ന് പറഞ്ഞാൽ മതി. ഇനി അതല്ല ഫുൾ നിങ്ങൾക്ക് ഗ്രാമറൊക്കെ പഠിച്ചിട്ടുള്ള ഒരു കോഴ്സ് വേണം, അങ്ങനെയുണ്ട്. പുറത്തൊക്കെ ഉള്ള ആൾക്കാർ എസ്പെഷ്യലി ഇംഗ്ലീഷില്ലാണ്ട് സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഇന്ത്യയിലും ബുദ്ധിമുട്ടാണ്, പുറത്ത് അത്രയും പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് നല്ല സോളിഡായിട്ട് ഇംഗ്ലീഷ് പഠിച്ച് നല്ല വൃത്തിക്ക് അത് കൈകാര്യം ചെയ്യാനുള്ള കോൺഫിഡൻസ് വരണമെങ്കിൽ എൻ്റെ 90 ഡേ ഇംഗ്ലീഷ് കോഴ്സ് എടുക്കാം. അത് വളരെ എന്താ പറയുക കോംപ്രിഹെൻസീവ് ആയിട്ടൊരു കോഴ്സാണ്. അപ്പോൾ അത് കുറച്ചധികം നമുക്ക് ഇത് വേണമെന്ന് വളരെ നിർബന്ധവും ആവശ്യമുള്ള ആൾക്കാർ മാത്രം എടുക്കുക. ഒരു രസത്തിന് വേണ്ടി എടുക്കാൻ പറ്റുന്ന കോഴ്സല്ല. സിമ്പിളായിട്ട് പഠിക്കാവുന്നതാണ്. പക്ഷേ ആ ഒരു ഡ്രൈവ് ഇല്ലെങ്കിൽ കോഴ്സിൽ നമുക്ക് നമ്മൾ ഇട്ടിട്ട് പോകും. ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് വന്നാലും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തേ പോവുള്ളൂ. കാരണം അത്രയും നല്ല കുറേ കഷ്ടപ്പെട്ടുണ്ടാക്കിയൊരു കോഴ്സാണ്. റിസർച്ച് കുറേ ചെയ്തുണ്ടാക്കിയൊരു കോഴ്സാണ്. അതിൽ 15 മിനിറ്റ് എല്ലാ ദിവസവും നിങ്ങൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് സുഖമായിട്ട് കംപ്ലീറ്റ് ചെയ്യാം. 90 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊരു അടുത്ത 2-3 മന്ത്സ് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ 6 മന്ത്സ് കൊണ്ട് നമുക്ക് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിന് പക്ഷേ നിങ്ങൾക്ക് 15 മിനിറ്റ്സ് എല്ലാ ദിവസവും മാറ്റി വയ്ക്കാനുണ്ടെങ്കിൽ മാത്രം കോഴ്സ് എടുക്കുക. പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. കാരണം നമുക്ക് ലൈവ് ക്ലാസ്സുകളല്ല. പക്ഷേ നിങ്ങൾ സംശയമൊക്കെ ചോദിച്ചാൽ കോഴ്സ് തന്നെ ചോദിക്കുക, ഞാൻ തന്നെ ക്ലിയർ ചെയ്ത് തരാം. പെട്ടെന്ന് ഞാൻ ക്ലിയർ ചെയ്ത് തരും. പക്ഷേ എന്താ പറയുക, ലൈവായിട്ട് ഇങ്ങനെ ഇരുന്ന് പഠിക്കേണ്ട ഒരു കോഴ്സ് എനിക്കില്ല. ലൈവിനേക്കാളും പ്രൊഫഷണൽ ആൾക്കാർ ഇതാണ് ചൂസ് ചെയ്യാറ്. അതുകൊണ്ട് ആ കോഴ്സിനെ കുറിച്ച് അറിയണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കുക. ഇമെയിൽ ഐ ഡി ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കോഴ്സിലേക്ക് തിരിച്ചു വരാം. ഇനി നമുക്ക് ഇത് അനുവിനൊരു പട്ടിയുണ്ട്, ഒരു നായയോ പട്ടിയോ എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഇത് അനുവിൻ്റെ നായയാണ് എന്നെങ്ങനെ പറയും? നായ അല്ലെങ്കിൽ പട്ടിക്ക് പറഞ്ഞ ഡോഗ്. ഇത് അനുവിൻ്റെ ഡോഗാണെന്ന് എങ്ങനെ പറയും? അനുവിൻ്റെ ഡോഗ്, അനൂസ് ഡോഗ്. ഓക്കെ, അനൂസ് ഡോഗ്. ഇത് അനുവിൻ്റെ ഡോഗാണെന്ന് എങ്ങനെ പറയും? ദിസ് ഈസ് അനൂസ് ഡോഗ്. അനുവിൻ്റെ ഡോഗ് ഇങ്ങനെ അത് കൂടെ എന്ന് പറഞ്ഞിട്ട് കളിക്കുക. അപ്പോൾ ദിസ് ഈസ് അനൂസ് ഡോഗ്. ഓക്കെ. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഇത് നിങ്ങൾക്ക് ഇത്തിരി ട്രിക്കി ആയിരിക്കും. ഇത് എൻ്റെ അച്ഛനമ്മയുടെയും പൂച്ചയാണ്. അച്ഛനമ്മയ്ക്കൊരു പൂച്ചയുണ്ട്. അപ്പോൾ അവരുടെ പൂച്ചയാണെന്ന് എങ്ങനെ പറയും? അച്ഛനമ്മയ്ക്ക് പറയണ പാരൻസ് അല്ലേ? അപ്പോൾ ഇത് അച്ഛനമ്മയുടെയും പാരൻസിൻ്റെ ക്യാറ്റാണെന്ന് എങ്ങനെ പറയും? ദിസ് ഈസ് എൻ്റെ പാരൻസിൻ്റെ, മൈ പാരൻസ് ക്യാറ്റ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അച്ഛൻ്റെയോ അമ്മയുടെയോ പൂച്ചയല്ല, അച്ഛൻ്റെ അമ്മയുടെയും കൂടെയുള്ള പൂച്ചയാണ്. അപ്പം എങ്ങനെ പറയും? പാരൻസ് കഴിഞ്ഞിട്ടാണ് അപ്പോസ്ട്രോഫി വരിക. അതാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. രണ്ടുപേരുടെയും കൂടെയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. കാരണം പാരൻസ് എന്ന് വെച്ചാൽ അച്ഛനും അമ്മയും രണ്ടും കൂടെയുള്ള ആൾക്കാർ, അച്ഛനും അമ്മയും രണ്ടും കൂടെ ചേർത്ത് പറയുന്നതാണ്, കൂട്ടി പറയുന്നതാണ് പാരൻസ്. പാരൻ്റ് എന്ന് വെച്ചാൽ ഒരാൾ, അച്ഛനോ അമ്മയോ. രണ്ടുപേരും കൂടെ പറയാൻ പാരൻസ്. അവരുടേതെന്ന് പറയാൻ ആ അപ്പോസ്ട്രോഫി എസ് കഴിഞ്ഞിട്ടിടുക. പാരൻസസ് എന്ന് പറയില്ല, പാരൻസ് എന്ന് തന്നെയാണ് പറയുക. പക്ഷെ എസ് കഴിഞ്ഞിട്ടാണ് അപ്പോസ്ട്രോഫി ഇടുക. അതിൻ്റെ അർത്ഥം ഈ രണ്ടുപേരുടെയും, അച്ഛനമ്മമാർ രണ്ടുപേരുടെയും പൂച്ചയാണിത്. ഓക്കെ, ദിസ് ഈസ് മൈ പാരൻസ് ക്യാറ്റ്. അപ്പോൾ മനസ്സിലായോ എന്ന് പഠിപ്പിച്ചത്? അങ്ങനെയാണെങ്കിൽ ചോദ്യം ചോദിക്കട്ടെ. പദ്മ ഇസ് അനൂസ്
എഴുതുക. ഹൗ ഇസ് ബാബു റിലേറ്റഡ് ടു പ്രസാദ്? ബാബു എങ്ങനെയാണ് പ്രസാദുമായിട്ടുള്ള ബന്ധം? ഹൗ ഇസ് ബാബു റിലേറ്റഡ് ടു പ്രസാദ്? അപ്പോൾ ബാബു ഈസ് പ്രസാദ്സ് ഡാഷ് അല്ലെങ്കിൽ പ്രസാദ് ഇസ് ബാബൂസ് ഡാഷ് എന്ന് പറയാം. ഇതൊക്കെ ഫുൾ സെന്റൻസ് തന്നെ, ഒറ്റ വേർഡായിട്ട് ഇടരുത്. ഹൗ മെനി സിബ്ലിങ്സ് ഡസ് പാറു ഹാവ്? എന്നുവെച്ചാൽ എത്ര സഹോദരി സഹോദരന്മാര് പാറുവിനുണ്ട്? ഹൗ മെനി സിബ്ലിങ്സ് ഡസ് പാറു ഹാവ്? ഹു ആർ ദേ? ആരൊക്കെയാണ് അവര്? ഹു ആർ ദേ? അടുത്തത്, ഹൗ മെനി കിഡ്സ് അല്ലെങ്കിൽ ചിൽഡ്രൻ, എത്ര കുട്ടികൾ ഡു പല്ലവി ആൻഡ് പ്രസാദ് ഹാവ്? അവർക്ക് എത്ര കുട്ടികളുണ്ട് പല്ലവിക്കും പ്രസാദിനും? അപ്പോൾ ഫുൾ സെൻറ്റൻസ്, അല്ലാതെ 3, 4 എന്ന് പറഞ്ഞിട്ട് നമ്പർ ഇടരുതേ. ഹൗ മെനി കിഡ്സ് ഡു പ്രസാദ് ആൻഡ് പല്ലവി ഹാവ്? എങ്ങനെ ഉത്തരം പറയാ? പ്രസാദ് ആൻഡ് പല്ലവി ഹാവ് ഡാഷ് കിഡ്സ്. 8 ആണെങ്കിൽ 8 കിഡ്സ്. ഹു ആർ ദേ? അവരാരാണ്? ദേ ആർ ഡാഷ് ഡാഷ് ആൻഡ് ഡാഷ്. അവരുടെ പേര് പറയാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഈ ലെസൺ വളരെ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഓരോന്നും ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ള ഓരോ സന്ദർഭങ്ങൾ വെച്ചിട്ട് ഞാൻ സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ വൊക്കാബുലറിയും പഠിക്കാം, അതിൻ്റെ ഒപ്പം നമ്മുടെ ഗ്രാമറൊക്കെ അറിയാണ്ടെങ്കിൽ പഠിച്ചു പോകും. പിന്നെന്ന് വെച്ചാൽ സെൻറ്റൻസുകൾ നമുക്ക് ജീവിതത്തിൽ ചില ചെയ്യുന്നുണ്ട് ഉപയോഗിക്കാം. ഇഷ്ടപ്പെട്ടോ ലെസൺ? ഞാൻ കുറേ ലെസൺസ് തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ മുമ്പ്, ബിഗിനേഴ്സിൻ്റെ ലെസൺസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഏത് ആദ്യം പഠിക്കണം എന്ന് കുറേ പേര് ചോദിക്കാറുണ്ട്. നിങ്ങൾ ഇപ്പോൾ തുടങ്ങുകയാണെങ്കിൽ ഈ സീരീസ് വെച്ച് തുടങ്ങുക. ഇത് ആഴ്ചയിൽ ഒരു വീഡിയോ അല്ല വരിക, അത് നിങ്ങൾക്ക് ഓൾറെഡി കണ്ടു തുടങ്ങാം സമയമുള്ളപ്പം. 16 വീഡിയോയുടെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, അത് ഗ്രാമർ കൂടെ പഠിപ്പിക്കുകയാണ്, അതും ഇതിൻ്റെ ഒപ്പം കണ്ടോളൂ സമയമുണ്ടെങ്കിൽ. ഓക്കെ. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ സീരീസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോസ് ഫസ്റ്റ് കണ്ടിട്ട് വേണം അടുത്തത് കാണുക. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒരു റിവിഷൻ പോലെ ആവും, ഗ്രാമറിൽ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഓക്കെ. ഞാൻ കുറേ സീരീസ് തുടങ്ങാറുണ്ട്, കാരണം ഓരോരും ഓരോ ഡിഫറെൻറ്റ് അപ്രോച്ചാണ്. ചിലത് ഞാൻ ഗ്രാമർ ഫോക്കസ് ചെയ്യുന്നതാണ്, ചിലത് സ്റ്റോറി ബേസ്ഡ് ലേണിംഗ് ആണ്, ചിലത് ഇതുമാതിരി നമുക്ക് ഡെയിലി യൂസ് സെൻറ്റൻസസിലാണ് ഫോക്കസ്. അപ്പം വളരെ വ്യത്യസ്തമായിട്ട് എന്നാൽ ഉപകാരപ്പെടുന്ന രീതിയിൽ എല്ലാ വീഡിയോവും എത്തണം, ഓരോരുത്തർക്കും ഉപകാരപ്പെടണമെന്ന് വിചാരിച്ചുണ്ടാക്കുന്നതാണ്. ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് സാമ്പത്തികമായി അത്രയും സൗകര്യം ഇല്ലാത്ത മനുഷ്യന്മാരും ഇംഗ്ലീഷ് പഠിക്കണം. എനിക്ക് ഈ ഇംഗ്ലീഷ് കോഴ്സുകൾ, എൻ്റെ പെയ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ ഫ്രീ ആയിട്ട് നൽകാൻ പറ്റില്ല, കാരണം എൻ്റെ ജീവിതോപാധിയാണത്. അപ്പോൾ അതൊക്കെ ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്താൽ പിന്നെ ഞാൻ എങ്ങനെ എൻ്റെ ലോൺ അടയ്ക്കും? അപ്പോൾ എൻ്റെ കാര്യം നിങ്ങൾ ആലോചിക്കണം. അതുകൊണ്ടാണ് ഞാൻ പെയ്ഡ് ആയിട്ടുള്ള കോഴ്സ് ഫ്രീ ആയിട്ട് കൊടുക്കാത്ത. അല്ലാണ്ട് ആരും പഠിക്കരുത്, എൻ്റെ കോഴ്സ് ഭയങ്കര കാശുള്ള ആൾക്കാർ മാത്രമേ എടുക്കാൻ പാടുള്ളൂ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല കേട്ടോ. നല്ല എക്സ്പെൻസീവ് ആണ് എൻ്റെ കോഴ്സിൻ്റെ പ്ലാറ്റ്ഫോം. ഓരോ പ്രാവശ്യം ഓരോ വർഷം അവർ ഇപ്പോഴും കൂട്ടിയിട്ടുണ്ട് അവർ. എന്നിട്ട് ഞാൻ എൻ്റെ കോഴ്സിൻ്റെ വില കൂട്ടിയിട്ടില്ല, കാരണം അത്രയും അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർ പറ്റട്ടെ എന്ന് വെച്ചിട്ട്. ഇനി തീരെ പറ്റാത്തവരും പഠിക്കാതെ പോകരുത് എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് യൂട്യൂബിൽ ഇടുന്നത്. അപ്പോൾ ഇത് കണ്ട് പഠിക്കാൻ പറ്റുന്നവർ ഇത് പഠിക്കുക. ആ കോഴ്സിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓരോരുത്തർ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യാൻ കുറേ അധികം ഫീച്ചേഴ്സ് ഉണ്ട് വെബ്സൈറ്റിലാവുമ്പോൾ, പെയ്ഡ് കോഴ്സ് ആകുമ്പോൾ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഹോംവർക്ക് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് കോമെൻറ്റിൽ ഇടാൻ മറക്കരുത്. കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് താഴെ കാണാം. അപ്പോൾ ഇന്നത്തേക്ക് എത്രയേ ഉള്ളൂ. അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ബൈ.